എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നമസ്കാരം. ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. എൻ്റെ ഒത്തിരി സ്റ്റുഡൻസ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇഗ്നോയുടെ എക്സാം വളരെ പെട്ടെന്ന് എങ്ങനെ അനായാസം നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത്. ഒരുപാട് ജോലി തിരക്കുള്ളവരെല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ PG ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഡയറക്റ്റായിട്ട് കോളേജിൽ ചെന്ന് പഠിക്കാൻ സമയമില്ലാത്തതും ജോലി തിരക്കുമുള്ളതായിട്ടുള്ള ഒത്തിരി വ്യക്തികൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ടൈം ടേബിൾ വരുമ്പോൾ 5 ദിവസം കിടക്കോട്ട് അല്ലെങ്കിൽ 10 ദിവസം കിടക്കോട്ട് ഒരു സെമസ്റ്റർ എക്സാം നമുക്കെങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഇത്തരം യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ വിജയിക്കാൻ പ്രയാസകരമായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇഗ്നോ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ MMPC 004 എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രക്ചർ മനസ്സിലാകും. ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻ്റ് ഒന്നും കാണില്ല. എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻറ്റ് എന്ത് ചെയ്യും, പതുക്കെ കൂടും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻറ്റ് ഇരട്ടിയാവും. ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സബ്ജക്റ്റിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് തീരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് എക്സാം എഴുതാനായിട്ട് നമ്മളത് പോലും അറിയാതെ തന്നെ ഒരു പ്രചോദനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും 5 ദിവസം കിടക്കോട്ട് അല്ലെങ്കിൽ 10 ദിവസം കിടക്കോട്ട് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു സബ്ജക്റ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. വളരെ എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിനുശേഷം ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, പലർക്കും ചിലരൊക്കെ പറയുന്നത് അത് വളരെ പ്രയാസമെന്നാണ് പറയുന്നത്, എന്നാൽ ചിലർക്കത് വളരെ എളുപ്പമാണ്. ശരിക്കും നിങ്ങൾ പഠിക്കേണ്ട രീതി നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ എഴുതിയാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത വ്യക്തികളോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ എടുക്കുക. മെറ്റീരിയൽ എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ മെറ്റീരിയൽ ഏകദേശം ഈ ഫോമിലായിരിക്കും വരുന്നത്. ഇത് ഇഗ്നോയുടെ ഒരു മെറ്റീരിയലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ കണ്ടോ 4 പോയിൻ്റ് ഉണ്ട്. ഈ 4 പോയിൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഇപ്പോൾ റീപ്ലേസസ് മെമ്മറി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1-2 വാക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആ 4 പോയിൻ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റീറൈറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വല്ല ഹൈലൈറ്റർ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പോയിന്റുകൾക്ക് ഒരു പോയിന്റ് ബേസ്ഡ് സ്റ്റഡി നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അതിന് തത്തുല്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് നോക്കണം. ശരിക്കും നിങ്ങളുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആൻസർ കീ ആണ്. അപ്പോൾ ഈ മെറ്റീരിയൽ വച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ് സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഈ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേപ്പർ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ആ പേപ്പർ കയ്യിൽ കൊണ്ട് നടന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വർക്ക് പ്ലേസിനിടയിലും അല്ലെങ്കിൽ മറ്റുള്ള ജോലി തിരക്കുകളുടെ ഇടയിലും അല്ലെങ്കിൽ വീട്ടുജോലിയുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിന്റുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി വെക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കണം. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും നമുക്ക് പഠിച്ചേ പറ്റൂ. ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അതും കമ്പൽസറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കൊരു വളരെ സിമ്പിളായിട്ട് ഒരു 5-10 ദിവസം കൊണ്ട് എക്സാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നാളെ ഒരു എക്സാമാണ്, അല്ലെങ്കിൽ നമുക്ക് മൺഡേ എക്സാമാണ്, ഇന്ന് സാറ്റർഡേ ആണ്. നമുക്ക് സാറ്റർഡേയും സൺഡേയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത്
നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു ക്വിക്ക് റീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയിൻ്റ് മാത്രം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ പോയിൻ്റ് ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ നോട്ടുകൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും സ്പീഡിൽ വായിക്കുക. ഓക്കെ, ചിലർക്ക് പതുക്കെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ വായിച്ച് എന്ത് ചെയ്യുക, പതുക്കെ സ്പീഡ് കൂട്ടാനായിട്ട് നോക്കുക. നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ നമ്മളൊരു ക്വിക്ക് ലേണറായിട്ട് മാറുകയാണ്. നമ്മൾ തന്നെ അറിയാതെ ഒരു ഉത്തേജനം നമ്മളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും. പതുക്കെ വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ ശ്രദ്ധിച്ച് നല്ല പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.